അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വിദേശ നയത്തിനെതിരെയും സാമ്പത്തിക നയത്തിനെതിരെയും സ്വന്തം രാജ്യത്തെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള ബന്ധം. ഈ ഇന്ത്യക്ക് തീരുവ ചുമത്തിയതിന് പിന്നാലെ തന്നെ ഇന്ത്യയും ചൈനയും അടുക്കുകയാണ്. ഇത് അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് പലരും തുറന്നു പറയുകയാണ്. ഇനിയെങ്കിലും അത് ട്രംപിന് മനസ്സിലാകുമോ? രാജാവ് നഗ്നനാണെന്ന് പറയാൻ അവസാനം ഒരു കൊച്ചുകുട്ടി വേണ്ടി വന്നു എന്ന് പറയുന്നതിന് സമാനമായ ഒരു സാഹചര്യമാണിത്. പലരും പറഞ്ഞു, മിസ്റ്റർ പ്രസിഡന്റ്, യു ആർ ബ്രേക്കിംഗ് സർട്ടൻ ത്രഷ്ഹോൾഡ്സ്, യു ആർ ബ്രേക്കിംഗ് ലക്ഷ്മൺ രേഖ. അമേരിക്ക കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു സ്ഥാനമുണ്ട് ലോകക്രമത്തിൽ. ആ സ്ഥാനം താങ്കളായി കളഞ്ഞു കുളിക്കരുത്. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ദീർഘകാല സുഹൃത്തുക്കളെ, യൂറോപ്പ് ആകട്ടെ, ബ്രിട്ടൻ ആകട്ടെ, ജപ്പാൻ ആകട്ടെ, പിണക്കരുത്. അവസാനം വന്നു ചേർന്ന നല്ലൊരു ചങ്ങാതിയായ ഭാരതമായിട്ടുള്ള ബന്ധം വഷളാക്കരുത്. ഇത് പലരും പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് പ്രിയം തൻ്റെ തന്നെ ഇംഗിതം അനുസരിച്ച് വാഴ്ത്തിപ്പാടുന്ന ദീപസ്തംഭം മഹാശ്ചര്യം, തനിക്കും കിട്ടണം പണം എന്ന് പറയുന്ന പഴയ നമ്പ്യാർ ശൈലിയുണ്ടല്ലോ, ആ ശൈലി പിന്തുടരുന്ന പീറ്റർ നവാരോ, അദ്ദേഹത്തിന്റെ അഡ്വൈസാണ് പലപ്പോഴും ട്രംപ് സ്വീകരിക്കുന്നത്. താൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ സ്തുതി പാടാൻ ചിലരെങ്കിലുമുണ്ട്, ആസ്ഥാന ഗായകന്മാർ. അങ്ങനെ അദ്ദേഹത്തിന്റെ മെയിൻ ട്രേഡ് ഇക്കോണമി അഡ്വൈസർ പീറ്റർ നവാരോ ആണ്. അദ്ദേഹമാണ് ട്രംപിനെ വഴിതെറ്റിക്കുന്നത്, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ ട്രംപിനെ തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോകുന്ന അദ്ദേഹമാണ്. പക്ഷെ ട്രംപിനെ തിരിച്ചു കൊണ്ടുവരാൻ, നേരായ പാതയിൽ കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തുകയാണ് നല്ല ഉദ്ദേശത്തോടു കൂടി അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. അദ്ദേഹം വിവരമുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ ഘട്ടം ബുദ്ധിമുട്ടുള്ളൊരു ഘട്ടമാണ്. ഇന്ത്യ ഒരിക്കലും ചൈനയുടെ മടയിൽ കയറി ഒളിക്കില്ല. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, ചൈന അങ്ങനെയല്ല. അമേരിക്ക ജനാധിപത്യ രാജ്യമാണ്. കൺവേർജൻസ് ഓഫ് ഡെമോക്രാറ്റിക് ഇൻട്രസ്റ്റ്, അത് ഇന്ത്യയും ചൈനയും അവസാനം ദേ വിൽ സെറ്റ് ഓൺ വൺ പേജ്. ഈ പ്രതീക്ഷയാണ്. അതുകൊണ്ട് വ്യാപാര ബന്ധം തുടരും. തൽക്കാലത്തെ കാർമേഘങ്ങൾ നീങ്ങിപ്പോകുമെന്ന ശുഭാപ്തി വിശ്വാസം സ്കോട്ട് ബെസന്റ് പ്രകടിപ്പിക്കുമ്പോഴും ട്രംപ് അതിന് അനുരൂപമായ രീതിയിലല്ല, ട്രംപ് തന്നെ നിയമിച്ച ആളാണ് ബെസന്റ് തുറക്കണം, അനുരൂപമായ രീതിയിലല്ല പ്രസ്താവനകളിലൂടെ നീങ്ങുന്നത്. വേറെ ചില ആളുകളുണ്ട്. ജെയ്ക്ക് സള്ളിവൻ, മുൻ ഡിഫൻസ് സെക്രട്ടറിയാണ്, അമേരിക്കയുടെ വിഖ്യാതനായ ഡിഫൻസ് സെക്രട്ടറി ആയിരുന്ന സള്ളിവൻ പറയുന്നത്, ഇപ്പോൾ അമേരിക്കയ്ക്ക് ലോക രാഷ്ട്രീയത്തിൽ വിലയില്ലാതായിരിക്കുന്നു, ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായി മാറിയിരിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതിനുള്ള കാരണം ട്രംപിന്റെ കൺസിസ്റ്റൻസി ഇല്ലാത്ത നിലപാടാണ്. ഇപ്പോൾ ട്രംപിനെ ഒരു കോമിക് ക്യാരക്ടറായി റിഡിക്യൂളിംഗ് ഒരു മനസ്സോടുകൂടിയാണ് പല രാജ്യങ്ങളും, ചെറിയ രാജ്യങ്ങൾ പോലും പലരും പേടിച്ചു മാത്രമാണ്, ഒരു ക്ലൗണിഷ് ഇമേജ് ഉള്ള ട്രംപിനെ പേടിച്ചു മാത്രമാണ്. കാരണം വിവരമില്ലാതെ വെളിവില്ലാതെ എന്തെങ്കിലും കേട് ചെയ്താലോ എന്നതുകൊണ്ട് മാത്രമാണ്. ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധമല്ല ജാഗ്രത എന്ന് പറയുന്നത് മുൻ ഡിഫൻസ് സെക്രട്ടറി തന്നെയാണ്. പിന്നീട് ഒരാളാണ്, ഒരു മാർക്സിയൻ അനലിസ്റ്റാണ്, അപ്പോഴും അമേരിക്കൻ താല്പര്യത്തിന് എതിരെ പ്രവർത്തിക്കുന്നു എന്ന് റിപ്പബ്ലിക്കൻസ് കരുതുന്ന റിച്ചർഡ് വോൾഫിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നു. ട്രംപ്സ് ടാരിഫ് വിൽ പുട്ട് ബ്രിക്സ് സ്ട്രോങ്കർ, വിൽ മേക്ക് ബ്രിക്സ് മച്ച് സ്ട്രോങ്കർ ദാൻ എർലിയർ. നോക്കൂ, ലോക വ്യാപാരത്തിന്റെ 35% വരെ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്. ഇപ്പോൾ ബ്രിക്സ് 5-ൽ നിന്നും 10-ലേക്കും കൂടുതൽ നമ്പറിലേക്കും വളരുകയാണ്. ഇവർ തമ്മിലുള്ള വ്യാപാരം വർദ്ധിക്കുന്നതിന് മാത്രമേ ട്രംപിന്റെ ടാരിഫ് ഇടയാവൂ. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശനം, ചൈന സന്ദർശനം എല്ലാം ചൂണ്ടിക്കാട്ടുന്നു. പുതിയ കമ്പോളങ്ങൾ കണ്ടെത്തുന്നു, ആഭ്യന്തര കമ്പോളം വികസിപ്പിക്കുന്നു, പുതിയ കമ്പോളങ്ങൾ കണ്ടെത്തുന്നു. വേണ്ടി വന്നാൽ ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്ന് ഒരു പൊതു കറൻസിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഡോളറിന്റെ കാര്യം കട്ടപ്പുകയും. ഇതുകൊണ്ടാണ് ഈ മാർക്സിസ്റ്റ് ചിന്തകൻ എന്ന രീതിയിൽ വേണമെങ്കിൽ തുച്ഛീകരിച്ച് കാണാമെങ്കിൽ പോലും റിച്ചർഡ് വോൾഫിന്റെ പ്രസ്താവനയെ ആ പശ്ചാത്തലത്തിൽ കാണേണ്ടതുണ്ട്. മറ്റൊരാൾ കൂടിയുണ്ട്, ആഷ്ലി ടെല്ലിസ്. കഴിഞ്ഞ ദിവസം ഒരു മെയിൻ സ്ട്രാറ്റജിസ്റ്റാണ്, അമേരിക്കൻ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്ന ആളുമായി ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാവരും ട്രംപിനെ റിഡിക്യൂൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ട്രംപ് പീസ് കൊണ്ടുവരും, ഉറപ്പായി പീസ് കൊണ്ടുവരേണ്ടത് 2 ന്യൂക്ലിയർ പവേഴ്സ് തമ്മിലാണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലല്ല, മറിച്ച് ഇന്ത്യയും ചൈനയും തമ്മിലാണ്. 2 ന്യൂക്ലിയർ ആണ്, രണ്ടും തമ്മിൽ ഇതാ ഇപ്പൊ ചക്കരയും തേങ്ങാപ്പീരയും പോലെ ആയിരിക്കുന്നു. ട്രംപാണ് കാരണം. അപ്പൊ ശത്രുക്കളെ ഒരുമിപ്പിക്കുന്ന ട്രംപ്, അമേരിക്കൻ താല്പര്യങ്ങൾ ബലി കഴിച്ചുകൊണ്ട് തന്നെ ആത്യന്തികമായി ലോക സമാധാനം വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ ട്രംപ് വ്യാപാരം എന്ന് പറയുന്ന ചട്ടവാറ് കാട്ടുമ്പോഴല്ല, മറിച്ച്
ട്രംപ് ചാട്ടവാർ എടുക്കുമ്പോൾ സ്വാഭാവികമായി ഇടത്തടിച്ചു നിൽക്കുന്ന എനിമീസ്, ഇന്ത്യയും ചൈനയും പോലെയുള്ള രാജ്യങ്ങൾ ഒന്നിക്കുന്ന അത്ഭുതകരമായ കാഴ്ച ട്രംപ് കാണേണ്ടി വരും. ഇതെല്ലാം പ്രവാചക ശബ്ദങ്ങളാണ്. ഈ പ്രവാചക ശബ്ദങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ട്രംപ് മുന്നോട്ട് പോയാൽ അടുത്ത ശബ്ദം വരുന്നത് ഉള്ളിൽ നിന്നുമാണ്. അമേരിക്കയുടെ തിരുത്തൽ എവിടെ നിന്ന് വരും? ആഭ്യന്തരമായി വരേണ്ടതാണ് അമേരിക്കയുടെ തിരുത്തൽ സ്വരം. ജനങ്ങൾ, 36 കോടി ജനങ്ങളുള്ള അമേരിക്കയിൽ ഈ ജനത സംസാരിച്ചാൽ ഒരു ഭരണകൂടത്തിനും മുന്നോട്ട് പോകാനാവില്ല. പബ്ലിക് ഒപ്പീനിയൻ പ്രണവൽ ഗണിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണ് ട്രംപിനെ തിരുത്തുന്ന അമേരിക്കക്കാർ തന്നെ ആയിരിക്കും ആത്യന്തികമായി. ഇന്ത്യയും ചൈനയും ഒന്നിക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും അമേരിക്കയെ ബാധിക്കുക? 1 out of 3 human beings is either Indian or Chinese. നോക്കൂ, 142 കോടി ജനം ഇന്ത്യയിൽ, തത്തുല്യമായ നമ്പർ ചൈനയിൽ. ലോക ജനസംഖ്യ 7 ബില്യണിൽ പരം. അതിൽ 1.4 and 1.4 ബില്യൺ, അങ്ങനെ ഏതാണ്ട് 3 ബില്യണോട് അടുപ്പിച്ച ജനം ഭാരതത്തിലും ചൈനയിലുമാണ്. അവിടെയാണ് മാർക്കറ്റ്. അമേരിക്ക ഒരു ഉപഭോഗ രാജ്യമാണെന്ന് ഓർക്കണം. ചൈന ഉൽപാദന രാജ്യമാണ്. ഇന്ത്യ ഉൽപാദന ആഭ്യന്തര വിപണന രാജ്യമാണ്. ചൈനീസ് ഉൽപാദനം അമേരിക്കയിൽ വിപണനം ചെയ്യപ്പെടുന്നു. എത്ര കാലം ഇത് മുന്നോട്ട് പോകാനൊക്കും? അമേരിക്ക വൻ കടത്തിലാണ്. ഏതാണ്ട് $30 ട്രില്യൺ കൂടുതൽ കടമാണ് അമേരിക്കയ്ക്കുള്ളത്. ആത്യന്തികമായ കടം, ട്രഷറി ബോണ്ടുകളിലൂടെയൊക്കെയുള്ള കടമാണ്. അത് മാത്രമല്ല, അമേരിക്കയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം വളരെ ഭീമമായ രീതിയിൽ കുറഞ്ഞു വരുന്നു. ഡോളർ സ്ട്രോങ് ആയി നിൽക്കുന്നു, ശരിയാണ്. ഇന്ത്യൻ റുപ്പിക്കെതിരെ അമേരിക്കൻ ഡോളർ സർവകാല ഉയർച്ച നേടുകയാണ്. 90 രൂപയോളം അടുപ്പിച്ചാകുന്നു ഡോളർ. ഇതൊക്കെ ആഭ്യന്തരമായ ചില കാര്യങ്ങൾ മാത്രമാണ്. ആത്യന്തികമായി അമേരിക്കയുടെ ഗ്രോത്ത് റേറ്റ് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റിനേക്കാൾ വളരെ താഴെയാണ്. നാളുകളിൽ ഇന്ത്യയുടെ ആഭ്യന്തര വിപണി വല്ലാതെ വൈബ്രന്റ് ആവുകയും ഇവിടെ തന്നെ ഉൽപ്പന്നവും ഉൽപാദനവും ഉപഭോഗവും നടക്കുകയും ചൈന ഇന്ത്യ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ വളരെ വർദ്ധിച്ച സഹകരണം ഉണ്ടാവുകയും ചെയ്താൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഒന്നും അമേരിക്കയുമായി സഹകരിക്കാൻ നിൽക്കാനാവും. അങ്ങനെയെങ്കിൽ ചെറിയ രാജ്യങ്ങളെ, ഈ വിയറ്റ്നാം പോലെയുള്ള, ബംഗ്ലാദേശും പാകിസ്ഥാനും പോലെയുള്ള, ശ്രീലങ്ക പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ മാത്രം ശ്രമിച്ചാൽ അമേരിക്കൻ വിപണിയിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ തീ വിലയായിരിക്കും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക്. അമേരിക്കൻ വിപണിയിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ, പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സിന് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് വളയ്ക്കുക ചെയ്യാൻ ഒടിക്കരുതെന്ന് പറയുന്നത്. കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തന്നെ അമേരിക്ക ചൈനയ്ക്കെതിരെയാണ് 30% ടാരിഫാണ് ഇപ്പോൾ ആത്യന്തികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യക്കെതിരെ 50%, 25%, 50%. ചൈനക്കാർ ചെയ്തൊരു പണിയുണ്ട്. ഒരു കാര്യം ട്രേഡൊക്കെ നമുക്ക് നിർത്തിവെക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന റെയർ എർത്ത്, അത് സെമി കണ്ടക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളത് ഉണ്ടാക്കാൻ, വിമാനഘടകങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കാനുള്ള റെയർ എർത്ത് മിനറൽസ് ആണ്. അത് നിർത്തിവെച്ചാൽ അമേരിക്ക ഇല്ല. പിന്നെ ഇതുകൊണ്ട് അമേരിക്കയെ വിരട്ടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയല്ല. ചൈനയ്ക്ക് അമേരിക്കയെ വിരട്ടാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണോ മോദിയുടെ ഇന്ത്യ തിരിച്ചറിഞ്ഞു അമേരിക്കയെ വിരട്ടാൻ സാധിക്കും, അമേരിക്കയെ സമ്മർദ്ദപ്പെടുത്താൻ സാധിക്കും. ഒറ്റ സന്ദർശനം മതി. 7 വർഷമായി മോദി നീട്ടിവെച്ചിരുന്ന സന്ദർശനം, ചൈന സന്ദർശനം, ഇതാ 2019 ആണ് അവസാനം ചൈന സന്ദർശനം. 2018-19 അവസാന സന്ദർശനം. അതിനുശേഷം ഇതാ 2025 ഇപ്പോൾ ഇതാ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗിൽ മോദി ഷി ജിൻപിങ് ഉച്ചകോടി നടക്കുന്നു. അതോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട്, സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ. These big three can make America have sleepless nights. ഇത് ഉറപ്പാണ്. അത് മാത്രമല്ല, എക്കാലത്തെ സുഹൃത്തായ ജപ്പാനോടൊപ്പം ഇപ്പോൾ ഈ നിമിഷം, നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം, മോദി ഈസ് ഇൻ ജപ്പാൻ. ജപ്പാനുമായി 10 ട്രില്യൺ യെന്നിന്റെ കച്ചവടമാണ് അടുത്ത 10 വർഷത്തിനുള്ളിൽ. ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 8600 കോടി ഡോളറിന്റെ കച്ചവടം മാത്രമല്ല, ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അടുത്ത 10 വർഷത്തിനുള്ളിൽ. ഇത് വളരെ വലിയ തുകകളാണ്. അതുകൊണ്ട് അമേരിക്കൻ വിപണി നഷ്ടപ്പെടുന്ന ഇന്ത്യക്ക് വിപണി ഉണ്ടാക്കാനും ഇൻവെസ്റ്റ്മെന്റ്, ഇന്ത്യയിൽ നിക്ഷേപങ്ങൾ ഒരുക്കാനും, അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വൈബ്രന്റ് ആകാനും മറ്റു വഴികളുണ്ട്. അമേരിക്കയെ അന്ധമായി ആശ്രയിക്കേണ്ട ഗതികേടിലല്ല ഭാരതം എന്ന് ലോകത്തോടായി, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടായി ഭാരതം പറയുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.